ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഇന്നൊരു ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെസ്റ്റ് പോർഷൻ മുതൽ ബോട്ടം വരെയാണ്, ടോപ്പ് തൊട്ട് ബോട്ടം വരെയാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് ചുരുക്കി പറയാം കേട്ടോ. എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയ വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്വന്തം ആൻറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. ഈ ഒരു വർക്ക് മോഡൽ അയച്ചു തന്ന് ഒരു മാസം മുന്നെയാണ് ആൻറ്റി എന്നോട് ചോദിക്കുന്നത്, ഈ ഒരു വർക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആൻറ്റി ഈ ഒരു ഓർഡർ തരുന്നത് കേട്ടോ. അന്ന് ആൻറ്റിക്ക് പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രോഗ്രാം വരട്ടെ എന്ന് കരുതി ആൻറ്റി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ പ്രോഗ്രാമിൻ്റെ 2 ദിവസം മുന്നെയാണ് ഈ ഒരു വർക്കും കൊണ്ട് അവരെന്നെ സമീപിക്കുന്നത്. മിനിമം ഒരു 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ചെയ്യേണ്ട വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു തരാനാണ് കേട്ടോ. അത്യാവശ്യം ഹെവി വർക്ക് തന്നെ ആയതുകൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആ 2 ദിവസത്തിനുള്ളിൽ പകുതിയെങ്കിലും ആയി കിട്ടിയാൽ നമുക്കത് ചെയ്യാമെന്ന് കരുതി. കാരണം അത് ബോട്ടം വരെ ഉള്ളത് കൊണ്ട് ഒരു പകുതി വരെ ചെയ്താൽ നമുക്കതെങ്കിലും പിന്നെ അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്നുള്ള ലെവലിലൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ത്രെഡും എല്ലാം ഞാൻ അതിന് മാച്ചായിട്ടുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം എനിക്ക് പോയി വാങ്ങാനൊന്നും ടൈം ഉണ്ടായില്ല. കാരണം പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ എല്ലാം ആൻറ്റി സെറ്റാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ചെസ്റ്റ് പോർഷനിൽ ഈ റൗണ്ട് ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു റൗണ്ട് കാണാൻ ഇത്രയുള്ളവർക്ക് ഇതുപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടാൻ ഭയങ്കരമായിട്ട് റിസ്ക് ആയിരുന്നു. കാരണം ഒരു ഗ്യാപ്പ് ഇല്ലാതെ എൽബുലൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും പിന്നെ ഈ ഫ്ലവേഴ്സും ലീഫും ഒക്കെ പാട് കൊടുത്ത് നമ്മളങ്ങനെ ഈ ഒരു റൗണ്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ച് പണി വിട്ടു. ഒരു ദിവസം തന്നെ ഉറങ്ങാതെ അതിന്മേൽ തന്നെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. ഒരു ദിവസം പകുതി പോലും ആയില്ല. പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് രാവിലെ എനിക്ക് 8ൻ്റെ പണി വരുന്നത് കേട്ടോ. നല്ല പനി വന്നു, ഒട്ടും എണീക്കാൻ പറ്റാത്തൊരു പണി കേട്ടോ. കാരണം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് ഇട്ട് പിറ്റേന്നും മാറിയില്ല. ഞാൻ അപ്പം തന്നെ ആൻറ്റീനെ വിളിച്ച് കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞോട്ടെ, നീ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഓരോന്ന് ഏറ്റെടുക്കുമ്പോൾ ഇത്തരം അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ലല്ലോ. എന്തായാലും പനിയൊന്ന് സുഖപ്പെട്ടതിന് ശേഷം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2 ദിവസം 3 ദിവസമായിട്ടും പനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ അടാറ് പണി വീണ്ടും കിട്ടിയത് കേട്ടോ, മഞ്ഞപ്പിത്തം പോസിറ്റീവ്. ഇനി അങ്ങോട്ട് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഒരു മാസം കംപ്ലീറ്റ് റെസ്റ്റ്. നമുക്ക് ഇനിയൊരു വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമല്ല കേട്ടോ, ബാക്കിൽ ഈ ഒരു ഫ്ലവേഴ്സും കൂടിയും കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ 2 ആഴ്ച ചെയ്യേണ്ട വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടും പക്ഷേ അതൊരു മാസം കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലും ഓക്കെ ആയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. പനിയും ക്ഷീണമൊക്കെ ഒന്ന് കുറച്ച് അമർന്നതിന് ശേഷം ഞാൻ പതിയെ ചെയ്ത് ഇപ്പോഴാണത് കൊടുക്കാൻ പറ്റിയത്. വർക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും, ഇതൊക്കെ 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വർക്കാണോ? കാരണം ഞാനും കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത് അതാട്ടോ. പക്ഷെ മാക്സിമം എന്നെക്കൂടെ കഴിയുന്ന ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഏറ്റെടുത്തതാണ്. പിന്നെ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ആൻറ്റിയുടെ കയ്യിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.